ഓണം വിഷു ഒക്കെ കഴിയുമ്പോൾ ഹിന്ദുക്കളെ ചൊറിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ചിലർക്കൊക്കെ കുഴപ്പമാണ്. ശശികല ടീച്ചറിന്റെ ഒരു പോസ്റ്റ് വായിക്കാം. ഈ പോസ്റ്റിന് ആസ്പദമായ സംഭവം ചേർത്തല മനോരമ കവലയ്ക്ക് വടക്ക് വശത്തുള്ള മെഹർ മന്തി ആൻഡ് ഗ്രിൽസ്. ഈ സ്ഥാപനത്തിന്റെ ഒരു വിഷു പ്രൊമോഷൻ, വിഷു ആശംസകളുടെ ഒരു കാർഡിൽ വളരെ അസ്വാഭാവികമായ ഒരു ചിത്രം കണ്ടു. അസ്വാഭാവികമായ ചിത്രം എന്ന് പറയാൻ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉണ്ണിക്കണ്ണന്റെ ഒരു ചിത്രം വെച്ചിട്ട് അതിന് മുന്നേ ചിക്കൻ ബിരിയാണി, അതിന്റെ പുറത്തൊരു ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി കൂടാതെ ചിക്കൻ ഫ്രൈ. അങ്ങനെയാണ് വിഷുവാശംസ. എന്താണ് വിഷുവാശംസ ഉണ്ടാക്കിയവർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇതിന് പ്രതികരിച്ച് ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിലെ വാചകങ്ങൾ ഇങ്ങനെയാണ്, അത് വായിക്കാം. ഇതെന്താ മാപ്പിളെ? ചേർത്തല മനോരമ കവലയ്ക്ക് വടക്കുവശത്തുള്ള മെഹർ മന്തി ആൻഡ് ഗ്രിൽസ് എന്ന സ്ഥാപനത്തിന്റെ വിഷു ആശംസ കാർഡാണിത്. ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ബിരിയാണി വെച്ച് അതിന് മേലെ ചിക്കൻ ഫ്രൈ വെച്ച് ചിത്രം വിഷു ആശംസ കാർഡായി ഇറക്കിയിരിക്കുന്നു. ഇത് കേവലം വിഷു ആശംസ കാർഡ് മാത്രമാണോ എന്ന് ടീച്ചർ ചോദിക്കുകയാണ്. ഈ തെമ്മാടിത്തരം വെച്ച് പൊറപ്പിക്കരുത്. ആ കട കച്ചവടത്തിന് വേണ്ടി തുറന്നതല്ല. TCS-ൽ കണ്ടതുപോലെ ദുരുദ്ദേശമുണ്ട്. അതുകൊണ്ട് ആ കട അധികൃതർ തന്നെ പൂട്ടിക്കും എന്ന് കരുതാം. അല്ലെങ്കിൽ കൃഷ്ണഭക്തർ ആ പണി ഏറ്റെടുക്കേണ്ടി വരും എന്ന് ടീച്ചർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതത്ര സുഖമുള്ള ഏർപ്പാടാകില്ല. അതുപോലെ തന്നെ ടീച്ചർ ഇന്ന് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, ഈ ഫോട്ടോ വന്നിട്ട് 3 ദിവസമായി. നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇവരുടെയൊക്കെ പാർട്ടികൾ, സാംസ്കാരിക നായകർ ഇതുവരെ ഇതറിഞ്ഞു. പരമപവിത്രമതാമി മണ്ണിൽ കേട്ടപ്പോൾ പോലും ഓക്കാനിച്ചവരല്ലേ ഇവരെല്ലാം? ഒരു കൊച്ചു പെൺകുട്ടിയെ വെച്ച് കേരള സ്റ്റോറി ചമച്ചവരല്ലേ ഇവരെല്ലാം? പണ്ട് സർക്കാസമായി ശത്രുസംഹാര പുഷ്പാഞ്ജലിയെ പറ്റി ഞാൻ പ്രസംഗിച്ചപ്പോൾ അത് മുറിച്ചെടുത്ത് പാഞ്ഞ സതീശന് പിന്തുണയുമായി മുഖ്യമന്ത്രി വരെ ഉണ്ടായിരുന്നില്ലേ? ഉത്തരേന്ത്യയിൽ പറക്കുന്ന കാക്കയെ നോക്കി ആരെങ്കിലും പോ കാക്കയെന്ന് പറഞ്ഞാൽ പോലും മുസ്ലിം പീഡനം ആരോപിച്ച് ഇവിടെ ഇളകിയാടി കലാശം ചവിട്ടുന്നവരെവിടെ? എവിടെ? മതേതര മറുപടി ഉണ്ടോ? ഇങ്ങനെയാണ് ടീച്ചർ പ്രതിഷേധിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന് ശേഷം ഇതിന്റെ ഉടമ മാപ്പുമായി വന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ പ്രതിഷേധം ഉണർത്തിയിരിക്കുകയാണ്.